ഞാനിന്ന് നിൽക്കുന്നത് ഏകദേശം 800 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു കുളത്തിൻ്റെ സൈഡിലാണ്. ഞാനിന്ന് നിൽക്കുന്നത് നിറങ്കതക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അക്കാഡമിക് ഭവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കോംപ്ലക്സിനകത്ത് ആക്ച്വലി 2 അമ്പലങ്ങളുണ്ട്. ഇവിടെ നമുക്കൊരു കുളം കാണാം. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് അതിപ്പോൾ പമ്പ് സെറ്റിന് ഉപയോഗിക്കുന്ന ഒരു കുളമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വലതുവശത്ത് ഇവിടെയും നമുക്കൊരു കുളം കാണാം. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞ സ്ഥലമാണത്. ഇതിന് ഏകദേശം 800 വർഷം പഴക്കമുണ്ടെന്നാണ് ആയിരിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതിൻ്റെ ഗേറ്റ് കാണാൻ കഴിയും. ഈ ഒരു ബിൽഡിംഗ് ശരിക്കും ഇവരുടെ പാട്ടുപുരയാണ്. പ്രപ്പോർഷൻസ് ഒക്കെ നല്ല ഭംഗിയുള്ളതാക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിനെ. ഞാൻ ഈ പാട്ടുപുരയ്ക്കുള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ ആണത്. ആക്ച്വലി ചെറിയൊരു സ്പേസേ ഉള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നില്ല. അകത്ത് ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി നമുക്ക് വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള റൂഫ് കാണാൻ പറ്റും. ഏകദേശം 8 ഇഞ്ച് ബൈ 8 ഇഞ്ചിൻ്റെ സോളിഡ് വുഡ്സ് വെച്ചിട്ടാണ് ഇവർ ആക്ച്വലി സീലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രാമായണത്തിലെ ബാലകാണ്ഡം ഇവർ ഈ ഒരു കോർണറിലെ മരത്തിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇവിടെ രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ആരംഭമാണിത്. ഇവിടെ നിന്ന് എഴുതിയത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. രാവണനെ പരാക്രമം കൊണ്ട് പൊറുതുമുട്ടിയ ദേവഗണങ്ങൾ പാലാഴി ശ്രീ മഹാവിഷ്ണുവിനെ സങ്കടമുണർത്തുന്നു. അവിടെ നിന്ന് മുതലാണ് ഇത് തുടങ്ങുന്നത്. ഇതിങ്ങനെ പോകുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഇത് ഇവിടെയുള്ള റൈറ്റപ്പ് പ്രകാരം ഇത് ദശരഥ വസിഷ്ഠ സമാഗമ രാമായണം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ഉത്രകാമേഷ്ടിയാഗം യാഗപായസം പത്നിമാരായ കൗസല്യ കൈകേയി സുമിത്ര എന്നിവർക്ക് പകുത്തു നൽകുന്നു. അതായത് ആ യജ്ഞത്തിൻ്റെ കാര്യമാണ് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ജനനമാണ് രാമഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ ജനനം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബിൽഡിങ്ങിന് ഏകദേശം ഒരു 1000 വർഷത്തെ പഴക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ചോദിച്ചപ്പോൾ നമുക്കിത് ആരാണ് ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. ഇത് വിശ്വാമിത്ര ദശരഥ സമാഗമം. ഓക്കെ, പിന്നെ വരുന്നത് ഇങ്ങനെ വന്ന് ഞാൻ വീഡിയോ വളരെ സ്ലോയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇവിടെ വിശ്വാമിത്ര യാഗം ഭംഗിയായി കഴിഞ്ഞു. ഇവിടെ അഹല്യയ്ക്ക് ഭഗവാൻ മോക്ഷം നൽകുന്നു. ഇത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്വീകരണം. സ്വയംവരത്തിനായി രാമൻ പോകുന്നതാണ്. ഈ ബാലകാണ്ഡം അവസാനിക്കുന്നത് ത്രയംബക വില്ല് കുലച്ച് സീതാ സ്വയംവരം നടക്കുന്നവരെയാണ്. പാട്ടുപുരയുടെ ഒരു വാതിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഈ സ്റ്റേ കേസ് മുകളിലോട്ട് പോകുന്ന കാണാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള എൻട്രി. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് ശരിക്ക് പാട്ടുപുര എന്ന് പറയുന്നത്. ഈ പാട്ടുപുരയ്ക്ക് അല്ലെങ്കിൽ ഈ പത്തായപ്പുരയ്ക്കകത്ത് കളമെഴുത്ത് നടക്കുന്ന സ്ഥലമാണത്. ഇവിടെ ഏകദേശം 5 ദിവസം കളമെഴുത്ത് ഉണ്ടാവും. ഒരു സ്റ്റേജ് പോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു റൂഫുള്ള ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനകത്ത് ഈ പാട്ടുപുരയ്ക്കകത്ത് അകത്ത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലോ അല്ലെങ്കിൽ പുരാതന ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. ചെമ്പോല നമ്മുടെ റൂഫിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെമ്പ് തകിടാണ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളുടെ ഞാൻ ആദ്യം കാണിച്ച ബിൽഡിങ്ങുകളുണ്ടാവും. നമ്മൾ ഈ പത്തായപ്പുര അല്ലെങ്കിൽ പാട്ടുപുരയുടെ മുകളിലും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു
ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ചാനൽ എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് അതായത് പൂജാരിമാർക്ക് മാത്രം ഇറങ്ങാൻ പറ്റിയ ഒരു തുരങ്കമുണ്ട്. ഓക്കെ, ആ തുരങ്കത്തിലൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഹോള് കാണുന്ന എനിക്ക് കാണാൻ പറ്റുമത് ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിനകത്ത് അവിടെയായിട്ട് ഒരു 8 മീറ്റർ അപ്പുറമായിട്ട് ചെറിയൊരു കുഴി പോലെയുണ്ട്. അതായത് മുകളിൽ നിന്നൊരു ഉറവ് വന്ന് ഒരു പാറയ്ക്കകത്തൊരു കുഴി പോലെയുണ്ട്. അതിൽ നിന്ന് മുക്കിയിട്ടാണ് പൂജാരിമാർ വെള്ളമൊക്കെ എടുത്തു കൊണ്ടുപോവുക. പിന്നെ മഴക്കാലത്തൊക്കെ ഇത് ഓവർഫ്ലോ ആകുമ്പോൾ ഒഴുകി വരാനുള്ള ചാനലാണ് ഈ കാണുന്നത്. ഞാൻ ആ പാട്ടുപുരയിൽ നിന്ന് പതിയെ ഈ സ്റ്റെപ്പുകൾ കയറി അയ്യപ്പ ക്ഷേത്രത്തിനടുത്തെത്തി. ഈ അയ്യപ്പ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ ഉച്ചപൂജ നടക്കുമ്പോൾ ശ്രീരാമൻ്റെ ഒരു സാന്നിധ്യം അയ്യപ്പൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാനരന്മാർക്ക് ഇവിടെ ഒരു പ്രത്യേക പദവി ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചറിഞ്ഞതിൽ അറിയാൻ പറ്റിയത്. ഇപ്പോൾ നമുക്കധികം കാണാൻ പറ്റില്ലെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പണ്ട് കാലത്തൊക്കെ മിനിമം ഒരു 1500 വാനരന്മാരെങ്കിലും ഈ ഒരു പ്രദേശം ഉണ്ടായിരുന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇനി അടുത്ത ടെമ്പിളിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ 1-2 കുളങ്ങളും കൂടെ കാണിച്ചു തരാം. ഈ പാട്ടുപുര അല്ലെങ്കിൽ പടിപ്പുരയും കണ്ട് അയ്യപ്പക്ഷേത്രം കണ്ട് ഞങ്ങൾ ഈ മേക്കോട്ടയിലേക്ക് നടന്നു പോവുകയാണ്. ശരിക്കും താഴേക്കോട്ട എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. മേക്കോട്ടയിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞാൻ കുറച്ച് ഹിസ്റ്ററിയും പറയാൻ ശ്രമിക്കാം. ഈ ബിൽഡിംഗ് ശരിക്ക് പരപ്പനാട് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഈ 2 അമ്പലങ്ങളും. പരപ്പനാട് രാജാവിൻ്റെ സൈനിക ആസ്ഥാനമായിരുന്നു മേക്കോട്ട. സൈനികർക്ക് ആത്മവീര്യം നൽകിയിരുന്ന ഉപാസനാമൂർത്തിയായിരുന്നു മേക്കോട്ട ഭഗവതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുളം കൂടി കാണിച്ചു തരാനുണ്ട്. ആ കുളം ഇതാണ്. ഇവിടെ ഒരിക്കലും ഒരു സ്ഥലത്തും വെള്ളം വറ്റാറില്ല. അതൊരു ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടി ദാനം രാജസ്മരണകൾ എന്ന 2011 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിന് 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാനന്മാർ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പടിക്കെട്ടുകളെല്ലാം കഴിഞ്ഞ് വന്നാൽ നമുക്ക് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെപ്സ് കാണാൻ കഴിയും. നേരെ ലീഡ് ചെയ്യുന്നത് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. വളരെ വൈകിയൊന്നും ആരും ഈ അമ്പലത്തിലോട്ട് വരാറില്ല. പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ പ്രദേശം വളരെ വിജനമാണ്. പിന്നെ രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്, അതുകൊണ്ടുമാണ് ആരും ഇങ്ങോട്ട് വരാത്തതെന്നും കൂടെ പറയുന്നുണ്ട്. ഇവിടെ ആദ്യം ഒരു വലിയൊരു ആലും പിന്നെ ഒരു മാവ് ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ ആല് ഈ പുറംകടലിലുള്ള ഈ തോണിക്കാർക്കൊക്കെ ദിശ അറിയാൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എന്നും പറയുന്നുണ്ട്. നമുക്ക് ആലൊന്ന് കാണാൻ പറ്റുമോയെന്നും കൂടെ നോക്കാം. ഞാൻ ആദ്യം വന്ന് താഴത്തെ അയ്യപ്പക്ഷേത്രത്തിനടുത്താണ്. ശരിക്കും കാറ് ഇതുവരെ വരും, നിങ്ങൾക്ക് കാണാൻ കഴിയും. കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ. നിങ്ങൾ മേക്കോട്ടയിലോട്ടാണ് മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ കാർ ഇതുവരെ വന്ന് ഇറങ്ങാം. വല്ലിയാറിൻ്റെ, അതായത് ഇപ്പോഴത്തെ കടലിൻ്റെ പുഴയുടെ പൗരാണിക നാമമാണത്. അതിൻ്റെ പരിസരത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇതാണ് മേക്കോട്ട ഭഗവതി ക്ഷേത്രം. താഴത്തെ ടെമ്പിളോടെ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ടെമ്പിളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആല്. മാവ് ഇപ്പോൾ ഇല്ല, അത് മുറിച്ച് കളഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ നേരെ ഇങ്ങോട്ട്, അതായത് മേക്കോട്ടയിലോട്ട് വരാതെ താഴത്തുള്ള അയ്യപ്പ ക്ഷേത്രം കണ്ടുവരുന്നതാണ് കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു. ഞാൻ വൈകുന്നേരത്തിൽ വരാൻ കാരണം തന്നെ ഈ ഒരു അസ്തമയം കാണാൻ കഴിയുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. എനിക്ക് എന്തായാലും കാണാൻ പറ്റി. എൻ്റെ പിന്നിൽ കാണുന്ന ആ റിവർ കടലുണ്ടിപ്പുഴയാണ്. നിങ്ങൾക്കത് ഇവിടെ വന്നാൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഞാൻ എൻ്റെ ഡ്രോൺ ഷോട്ടും കൂടെ എടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കുറച്ച് ക്ലീൻ ആയിട്ട് കാണാൻ കഴിയും. ഞാൻ ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.